ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കേരള PSCയുടെ ഏത് ജനറൽ എക്സാമിനേഷനും ഉപകാരപ്പെടുന്ന കേരള റണ്ണേഴ്സ് എന്ന് വിളിക്കുന്ന നവോത്ഥാനത്തിന്റെ ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ നിന്ന് പ്രീവിയസർ ആയിട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആണ് നടത്തുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ലൈവ് സെഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരും. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 10 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പൊ 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവ് ചാറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് കൃത്യമായിട്ട് കമന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഗീവ് മി റെസ്പോൺസ്. ഓക്കെ, നിങ്ങൾ റെഡി ആണോ ഇല്ല എന്നുള്ളത് ഒരു റെസ്പോൺസ് തരൂ. അതിനനുസരിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങുന്നത് മുതൽക്ക് തന്നെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങണം. നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഉഷാറാക്കി പിടിക്കണം. ആർ യു റെഡി? ചാറ്റ് ചെയ്യൂ. ഓക്കെ, ഐ എം ജസ്റ്റ് ലുക്കിംഗ് യുവർ ചാറ്റ് ത്രൂ മൈ മൊബൈൽ ഫോൺ. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പറയും. യെസ്, ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഗെയിം അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കുകയാണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ 1 എന്നുള്ളത് നമ്പർ ഇട്ടിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ തന്നെ വായിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യു ഹാവ് 10 സെക്കൻഡ്സ് ടൈം. ഞാൻ റൂൾ ഇപ്പോഴും പറയുന്നു, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള സമയം 10 സെക്കൻഡ്സ് മാത്രമാണ്. ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, കുത്തുക. ഒരു ടൈം സ്റ്റാർട്ട്സ് നൗ. ലൈവില് പങ്കെടുക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം കേട്ടോ, കാരണം ഇതൊരു പ്രാക്ടീസും കൂടിയാണ്. ഓക്കെ, വെരി ഗുഡ്. കുറെ ആൾക്കാര് ഓപ്ഷൻസ് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കുറെ ആൾക്കാർ ഓപ്ഷൻ ഡി തന്നെ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാനിത് വായിക്കാം. ഹു ഓതർഡ് ദ ബുക്ക് സിദ്ധാനുഭൂതി? ഓക്കെ, ഈ സിദ്ധാനുഭൂതി, ആനന്ദം എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ആനന്ദം എന്ന് പറയുന്ന എന്താണ്? ബ്ലിസ് ആണ്. ആനന്ദം എന്ന് പറയുന്ന ഒരു വാക്കിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന സന്യാസി ആയിട്ടുണ്ടായിരുന്ന എത്തിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന ആള് അല്ലെ? അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ്. അപ്പൊ ആനന്ദ മതം, ആനന്ദ സൂത്രം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് വർഷമാണ്? 1917 ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സ്വാമി വാഗ്ഭടാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ് സ്വാമി വാഗ്ഭടാനന്ദൻ. ആൻഡ് ഹിയർ ഇസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒറിജിനൽ നെയിം ഓഫ് വാഗ്ഭടാനന്ദ. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യു ഹാവ് 10 സെക്കൻഡ്സ്. പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യട്ടെ. കമന്റ് ചെയ്യാതിരിക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ കമന്റിങ് ഈച്ച് ആൻഡ് എവറി ആൻസേഴ്സ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നെഗറ്റീവ്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. യു ഹാവ് 4 ഓപ്ഷൻസ് ഗിവൺ. യാ, വെരി ഗുഡ്. എന്താണ് ഒറിജിനൽ നെയിം ഓഫ് വാഗ്ഭടാനന്ദ? ഓപ്ഷൻസ് എന്താ പറയുന്നത്? കുഞ്ഞമ്പിള്ളയുണ്ട്, നാണു ആശാൻ, ഇതൊക്കെ ആരെ നമുക്ക് അറിയാലോ. ദെൻ കുമാരഗുരു, കുഞ്ഞിക്കണ്ണൻ. ആൻസർ എന്താണ്? കുഞ്ഞിക്കണ്ണൻ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. സ്വാമി വാഗ്ഭടാനന്ദൻ. അപ്പൊ സ്വാമി വാഗ്ഭടാനന്ദന്റെ അസോസിയേഷനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ അഭിനവ് കേരളം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കറക്റ്റ് ആണ്. അല്ലാത്തൊരു നിർബന്ധമായിട്ട് യൂട്യൂബിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ റിഫോമേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും പറയുന്ന ഒരു പ്രത്യേകം വീഡിയോ ഉണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. അത്രയും സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഡിസ്കഷൻ വരിക, ഇതൊക്കെയാണ് നമുക്ക് ലേണിംഗ് പ്രോസസ്സ് സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഉപകാരപ്പെടട്ടെ. ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ നമ്പർ 3. പെട്ടെന്ന് വായിക്കുക, ആൻസർ ചെയ്യ്. 10 സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
പെട്ടെന്ന് എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണേ. വി ഹാവ് ദിസ് പെർട്ടിക്കുലർ വർക്ക് വീണപ്പൂവ് ഓഫ് കുമാരനാശാൻ അല്ലെ. കുമാരനാശാൻ പാലക്കാട് ചേന്നുവരിലോട്ട് യാത്ര ചെയ്ത സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതം ഒരു പൂവിനെ പോലെയാണെന്ന് പറഞ്ഞ് ഉപമിച്ച് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. അത് ഏത് ന്യൂസ് പേപ്പറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മലയാളി, മിതവാദി, വിവേകോദയം, സ്വദേശാഭിമാനി എന്ന് പറയുന്നതാണ്. എന്താണ് കുറെ ആൾക്കാർ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത്? കുറെ ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി മിതവാദിയാണ് കേട്ടോ. മിതവാദിയാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മിതവാദി പത്രത്തിന്റെ ഫൗണ്ടർ ആരാണ്? എന്റെ ചോദ്യം അതിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ്. അല്ലാണ്ട് എന്തല്ല, മിതവാദി എന്ന പേര് അറിയപ്പെട്ട പത്രപ്രവർത്തകനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മിതവാദി എന്ന് പറയുന്ന പത്രത്തിന്റെ ഫൗണ്ടർ ആരാണ്? അറിയാവുന്നവര് കമന്റ് ചെയ്യേ. മിതവാദി പത്രത്തിന്റെ ഫൗണ്ടർ ആരാണ്? കണ്ണൂരിൽ വെച്ചിട്ടാണ് പത്രം ആരംഭിക്കുന്നത്. ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് മൂർക്കോത്ത് കുമാരന് കേട്ടോ. മിതവാദി കൃഷ്ണൻ പിന്നീട് അതിന്റെ എഡിറ്ററായി വന്നു എന്നുള്ളൂ. ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം? പെട്ടെന്ന് ആൻസർ ചെയ്യേ. ആത്മവിദ്യാ സംഘത്തിന്റെ ഫൗണ്ടർ ആരാണ്? നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആൻസർ ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. വോയിസ് ഓഫ് ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം. യെസ്, വെരി ഗുഡ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാമി വാഗ്ബടാനന്ദ എന്ന് പറയുന്നവര്, അദ്ദേഹം തന്നെയാണ് ആത്മവിദ്യാ സംഘത്തിന്റെ ഫൗണ്ടറായിട്ട് വരുന്നത് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി നമ്മൾ പറയുകയും ചെയ്തു. എന്തായിരുന്നത്? അത് ആനന്ദമതമാണ്. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത 5-മത്തെ ഒരു ചോദ്യം. The woman activist who is popularly known as the Jhansi Rani of Travancore. ട്രാവൻകൂറിലെ ഝാൻസി റാണി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സിമ്പിൾ അല്ലേ? ഇതില് ട്രാവൻകൂറിലുള്ള ബേസിക്കലി നമുക്കറിയാം AV കുട്ടിമാളമ്മ മലബാറുകാരിയാണ് എന്നുള്ളത്. പിന്നെ നമുക്കറിയാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അവരാണ് ഉത്തരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യം കൂടെ ഇതുമായിട്ട് ചോദിക്കുകയാണ്. എന്താണ്? ആരാണ് ഇവരെ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് വിശേഷിപ്പിച്ചത്? അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും. ഫൈൻ, പെട്ടെന്ന്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. ആൻസർ വളരെ സിമ്പിൾ ആണ്. ഗാന്ധിയാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. അക്കമ്മ ചെറിയൻ 1938-39 സമയത്ത് രാജധാനി മാർച്ച് എന്ന് പറയുന്ന ഒരു മാർച്ച് നടത്തുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് ദിസ് നിവർത്തന അജിറ്റേഷന്റെ ബാക്കിയായിട്ടുള്ള ഒരു സമരത്തില് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ഹു സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ അൽ അമീൻ ഇൻ 1924? 1924 അൽ അമീൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആരംഭിച്ചത് ആര്? അൽ അമീൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കോ ഓപ്ഷൻസ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ, യാക്കൂ ഹസൻ,
മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 4ഉം കുത്താം, 4 ഏതും കുത്താം. പക്ഷെ കുറച്ചുകൂടെ പോസിബിലിറ്റീസ് നമ്മൾ ആലോചിച്ച് നോക്കണം ആരായിരിക്കും എന്നുള്ളത്. വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ ന്യൂസ് പേപ്പർ ഏതാന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ? ഏതാണത്? ബേസിക്കലി അത് സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആയിരുന്നു. പിന്നീട് ഇതിൽ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് വരുന്ന ആളാരാണ്? അബ്ദുറഹ്മാൻ സാഹിബാണ്. കോൺഗ്രസിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ഇദ്ദേഹമാണ് ഉത്തരം വരുന്നത്. 6D ആണ് കേട്ടോ ഉത്തരം വരുന്നത്. ഫൈൻ. 7ാമത്തെ വളരെ സിമ്പിൾ ചോദ്യമാണ് ഗായ്സ്. പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്യണം. അതിന് ആരും ആൻസർ ചെയ്യാതിരിക്കരുത്. ഹു among the following was the volunteer captain of ഗുരുവായൂർ സത്യാഗ്രഹ? 931-32 സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഗുരുവായൂർ സത്യാഗ്രഹയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എളുപ്പമുള്ളതാണ്, കാരണം ക്ലാസ് റൂമിൽ നമ്മൾ കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള ടോപ്പിക്സ് അല്ലേ. വോളണ്ടിയർ ക്യാപ്റ്റൻ. ഒരു സത്യാഗ്രഹ കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ദെൻ വോളണ്ടിയർ ക്യാപ്റ്റൻ. വെരി ഗുഡ്. ആൻസർ എന്താണ്? AKG ആണ് വളണ്ടിയർ ക്യാപ്റ്റൻ. പ്രസിഡന്റ് മന്നത്തും സെക്രട്ടറി KK എളപ്പനും ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. 8ാമത്തെ ചോദ്യം. യാചന യാത്ര എന്ന് പറയുന്നത് 1931 നിന്നും വീട്ടിയും സുഹൃത്തുക്കളും എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന രൂപത്തിലോട്ട് ഒരു യാത്ര നടത്തുന്നുണ്ട്. എവിടെ മുതൽ എവിടേക്കായിരുന്നു ആ യാത്ര എന്നുള്ളതാണ്. എവിടെ മുതൽ എവിടേക്കായിരുന്നു ആ യാത്ര? പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ചന്ദ്രഗിരി റിവറിലോട്ടാണ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫ്രം തൃശ്ശൂര് കേട്ടോ. തൃശ്ശൂർ ടു കാസർഗോഡ്, ഇതാണ് ഉത്തരം വരുന്നത്. ഫൈൻ. ഇങ്ങനെ കുറച്ച് യാത്രകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസർ ചെയ്യൂ. നിങ്ങൾ ഓപ്ഷൻ മാത്രം കമന്റ് ചെയ്താലും മതി, പേരുകൾ ഫുൾ എഴുതണം എന്നില്ല. ഓപ്ഷൻസ് മാത്രം കമന്റ് ചെയ്താൽ മതി. നെയിം ദ പേഴ്സൺ ഹു ഇസ് റിലേറ്റഡ് ടു ദ ഫൗണ്ടേഷൻ ഓഫ് സെർവൻസ് ഓഫ് ദ മേരി ഇമ്മാക്കുലേറ്റ്. പോയ്ഗൽ യോഹന്നാൻ, സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ, അൽഫോൻസ, ദെൻ അർണോസ് പാതിരി. ഓ, നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഏതാന്നുള്ളത് കമന്റ് ചെയ്താൽ മതി. അർണോസ് പാതിരി. ഓക്കെ. ഈ അർണോസ് പാതിരി എന്ന് പറയുന്ന ആൾ ഒരു ജർമ്മൻ പ്രീസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ 18ാം നൂറ്റാണ്ടിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന റിഫോർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഫാദർ ഏലിയാസ് ചാവറച്ചനാണ് 1800-കളുടെ സമയത്ത് വരുന്നത്. അതിന്റെയൊക്കെ ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഈ അർണോസ് പാതിരി എന്ന് പറയുന്ന ആള്. ജോഹൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫുൾ പേരുണ്ടായിരുന്നത്. ഓക്കെ. അദ്ദേഹം ഒരുപാട് ഗ്രാമറിലോട്ടും ഭാഷയിലോട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നുള്ള ആളാണ് ഇദ്ദേഹം. ഓക്കെ. അദ്ദേഹം പുത്തൻപാന എന്ന് പറയുന്ന ഒരു മലയാളം പോയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, മലയാളത്തിലോട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെർവൻസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്നതിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കാഴ്ചവെച്ചത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ പറയുന്നത്. എന്നാലും ബാക്കിയുള്ളവരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏലിയാസ് ചാവറാച്ചനാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിഡിയറി സിസ്റ്റവും എഡ്യൂക്കേഷനും ഫാദർ ഓഫ് ലിറ്ററേച്ചർ മൂവ്മെന്റ് ഇൻ കേരള, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ പൊയ്കൽ യോഹന്നാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദളിത് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ റിഫോർമേഷന് വേണ്ടിയും പിന്നീട് ക്രിസ്ത്യാനിറ്റി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? പൊയ്കൽ യോഹന്നാൻ എന്ന് പറയുന്ന. പൊയ്കൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഒന്ന് വായിച്ചു നോക്കിക്കേ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് കമന്റ് യുവർ ആൻസേഴ്സ്. എല്ലാവരും ആൻസർ ചെയ്യണേ.
The name of the social reformer who was called abusively പാണ്ടിപ്പറയൻ ബൈ ദ സവർണാസ്. അതായത് അപ്പർ കാസ്റ്റ് ഇവരെ പാണ്ടിപ്പറയൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മോശമായിട്ട് വിളിച്ചു. പുള്ളിക്കാരൻ പറയൻ വിഭാഗത്തിൽപ്പെട്ട ആളൊന്നല്ല. പക്ഷെ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തപ്പോ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പറയനാക്കി വെച്ചു. ആരാണ് അദ്ദേഹം? എന്ന് ഉയർന്ന ജാതിക്കാരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം തൈക്കാട് അയ്യാസ്വാമികളാട്ടോ വരുന്നത്. തൈക്കാട് അയ്യാസ്വാമികളാണ് ഉത്തരം വരുന്നത്. 11ാമത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. നെയിം ഓഫ് ദ ദിവാൻ ഹു ബാൻഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി ഇൻ 1910. സ്വദേശാഭിമാനി പത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു എഡിറ്ററാണ് ആര് വരുന്നത്? രാമകൃഷ്ണപിള്ള. പുള്ളിക്കാരൻ ദിവാനെതിരെ ക്രിട്ടിസൈസ് ചെയ്തപ്പോ ദിവാൻ എന്ത് ചെയ്യുന്നുണ്ട്? പത്രം കണ്ടു കെട്ടുന്നുണ്ട്. ആ ദിവാന്റെ പേരെന്താന്ന് ചോദിച്ചിരിക്കുന്നത്? You have options like P. Rajagopalachari, Ramayan Dalava, C.P. Ramaswamy Iyer, വേലുത്തമ്പി തളവ. ഇങ്ങനെയുണ്ട് ഓരോ ദിവാൻമാരുടെ പേര്. എന്തായിരിക്കും ആൻസർ? പെട്ടെന്ന് കമന്റ് ചെയ്യേ. എല്ലാവരും ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യാതിരിക്കരുത്. മേക്ക് ഇറ്റ് ഫാസ്റ്റർ. കമന്റ് ഇറ്റ് ഗൈസ്, പെട്ടെന്ന് കമന്റ് ചെയ്യേ. സർ സി പി അല്ല കേട്ടോ. സർ സി പി കമന്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, സർ സി പിക്ക് 1936 മുതൽക്കാണ് ദിവാനാകുന്നത് കേട്ടോ. ഇത് 1910-ലല്ലേ? അപ്പൊ അങ്ങനെ ലോജിക്കലി ആലോചിക്കാൻ പറ്റണം നിങ്ങൾക്ക്. ഉത്തരം എന്താണ്? പി രാജഗോപാലാചാരി. ശ്രദ്ധിക്കണം, പി ആണ്, സി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സി രാജഗോപാലാചാരി എന്ന് പറയുന്നത് ഫ്രീഡം മൂവ്മെന്റിന്റെമായി ബന്ധപ്പെട്ടുള്ള ഫ്രീഡം ഫൈറ്റർ ആണ്. നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക. ആ ടോപ്പിക്ക് മറക്കരുത്. നൗ ഗോയിങ് ടു ദ 12th ക്വസ്റ്റ്യൻ. 12ാമത്തെ ചോദ്യം നോക്കുക. The first mass struggle against untouchability in Kerala was. കേരളത്തിലെ അൺടച്ചബിലിറ്റിക്കെതിരായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മാസ് സ്ട്രഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്ന് കമന്റ് ചെയ്യ എല്ലാവരും. പെട്ടെന്ന്. കുറെ ആൾക്കാർ ഡെഫിനറ്റ്ലി ചാന്നാർ റിവോൾട്ടാണ് കുത്തിയിരിക്കുന്നത്. പക്ഷെ ചാന്നാർ റിവോൾട്ടിന്റെ പ്രശ്നം എന്താണെന്നറിയോ? 1813 മുതൽക്ക് 1859 വരെയൊക്കെയുള്ള സമയത്ത് മാസീവ് അല്ലാതെ ഘട്ടം ഘട്ടമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമാണ് ചാന്നാർ റിവോൾട്ട് എന്നുള്ളത്. അതൊരു മാസ് സമരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസീവായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ മാസീവായിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് സമരമായിട്ട് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്നത് 1924 വൈക്കം സത്യാഗ്രഹമാണ്. ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ നിങ്ങളുടെ ഫസ്റ്റ് സമരം എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മാസീവ് ആയിട്ടുള്ള ഒരു സമരം എന്ന രീതിയിലാണ്. അത് ഒരൊറ്റ വർഷം കൊണ്ടേ നടക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 1813 മുതൽ 1959 വരെ ഘട്ടം ഘട്ടമായിട്ട് നടന്ന വലിയ മാസ് മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ അത്രയും കാലഘട്ടത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നീട് 1859 റിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് മീ ദ നെയിം ഓഫ് ദ ട്രാവൻകൂർ റൂളർ ഹു ആക്ച്വലി സാങ്ഷൻഡ് ദിസ്. ഇത് ഒപ്പിട്ട് കൊടുത്തിട്ട് ചാന്നാശ്രീകൾക്കും അവരുടെ മാറുമറക്കാം എന്ന അവകാശം കൊടുക്കുന്ന രാജാവിന്റെ പേരെന്താ? കൊമന്റ് ചെയ്യ് പ്ലീസ്. അറിയാവുന്നവരൊന്ന് കൊമന്റ് ചെയ്യും. അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഡിസ്കഷൻ നടത്തുമ്പോഴല്ലേ നമുക്ക് ഇത് ഉപകാരപ്പെടുന്നുള്ളൂ. പെട്ടെന്ന്.
യാ, ഓക്കെ, വെരി ഗുഡ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉണ്ടായിരുന്നു. നമ്മുടെ അനിഴം തിരുനാളല്ല, ഇത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. 1859 കേട്ടോ. 13ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഹു ഫൗണ്ടഡ് അദ്വൈത ആശ്രമം അറ്റ് ആലുവ? ആലുവയിൽ അദ്വൈത ആശ്രമം കൊണ്ടുവന്ന ആരാണ്? ശങ്കരാചാര്യ ഉണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, സ്വാമി ചിന്മയാനന്ദ ഉണ്ട്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് പെട്ടെന്ന്? ശ്രീനാരായണ ഗുരു അല്ലേ? ഞാനത് നിങ്ങൾക്ക് കൂടുതൽ സമയം തരുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉത്തരാണ്. എന്നാൽ 14ാമത്തെ ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. ഹു സ്റ്റാർട്ടഡ് ദ സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ സെന്റർ കോൾഡ് തത്വപ്രകാശിക ആശ്രമം അറ്റ് കാലിക്കറ്റ്? കോഴിക്കോടിലെ തത്വപ്രകാശിക എന്ന് പറയുന്ന ഒരു ആശ്രമം, സംസ്കൃത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് ആര്? 14ാമത്തെ ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ആൻസർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിക്കുമ്പോൾ ആ പേഴ്സണാലിറ്റി വെച്ചിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കുക, വർക്കുകൾ, ഓർഗനൈസേഷൻ പഠിക്കുക. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ ആ വീഡിയോ ഉണ്ട്, കാണാത്തവർ നിർബന്ധമായിട്ടും കേരള നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന വീഡിയോ കാണുക. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. എന്താണ് ഉത്തരം? കാലിക്കറ്റിലാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാ മക്കളെ? പാലക്കാടുകാരനാ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. VT ഭട്ടതിരിപ്പാട്, അദ്ദേഹം മലബാറിന്റെ മണ്ണിലാണെങ്കിലും മലപ്പുറം, തൃശ്ശൂര്, ഏകദേശം എല്ലായിടത്തും എത്താം. പക്ഷെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. KP പണ്ഡിത് കറുപ്പൻ കൊച്ചിക്കാരനാ, ഇതേ ഒഴിവാക്കിക്കൂടാ? അങ്ങനെയൊക്കെ ചെയ്തൂടെ? വാഗ്ഭടാനന്ദ വരുന്നത് ബേസിക്കലി അദ്ദേഹം കണ്ണൂരുകാരനാണെങ്കിൽ, പാട്ടിയം കണ്ണൂരുകാരനാണെങ്കിൽ പോലും വാഗ്ഭടാനന്ദന്റെ കോൺട്രിബ്യൂഷൻ ആണ് അത് കേട്ടോ. മറക്കരുത്, വാഗ്ഭടാനന്ദന്റെ കോൺട്രിബ്യൂഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. 15ാമത്തെ ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ഡിസ്കഷൻ നമുക്ക് തൽക്കാലമായിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഹു ഫൗണ്ടഡ് യോഗക്ഷേമ സഭ? ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഹു ഫൗണ്ടഡ് യോഗക്ഷേമ സഭ? യോഗക്ഷേമം, യോഗം, എന്തുമായി ബന്ധപ്പെട്ടിട്ടാ യോഗം കിടപ്പുള്ളത്? യോഗക്ഷേമ സഭ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അത് എന്ത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് ആലോചിച്ചാൽ മതി. യോഗം കൂടുക എന്നുള്ളത്. ചട്ടമ്പി സ്വാമികളുണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്, പോയ്ക്കൽ യോഹനാണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. ഇറ്റ്സ് എ യോഗക്ഷേമ സഭ, സംതിങ് റിലേറ്റഡ് ടു ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി. അപ്പൊ ഇതിൽ ബ്രാഹ്മൺ ആയിട്ടുള്ള വ്യക്തി ആരാ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടില്ല മക്കളെ, VT ഭട്ടതിരിപ്പാട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നേക്കാൾ അപ്പുറത്തോട്ട് വാക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വേണ്ടി പറ്റും. സോ ഡിയർ സ്റ്റുഡൻസ്, 15 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഈ റൗണ്ട് 1 നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 15 എത്ര എണ്ണം ശരിയായിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എഴുതിയാൽ മതി, ലൈക്ക് 10 ഔട്ട് ഓഫ് 15, 11 ഔട്ട് ഓഫ് 15, 1 ഔട്ട് ഓഫ് 15, ഇങ്ങനെ ഒരു മാർക്ക് ഇട്ടിട്ടൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഒന്ന് അറിയാൻ വേണ്ടിയാ എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളത്. ലൈക്ക് നമുക്ക് റിവിഷനിൽ പവർ ഉണ്ടോ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയണമല്ലോ. ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയിട്ടെ പെട്ടെന്ന്. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. യാ, ഫൈൻ, ഗുഡ് ഗുഡ്. നല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി തെറ്റിയവരാണെങ്കിലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കീപ് റിവൈസിങ്. ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ എന്തായാലും കാണുക. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കിട്ടും. അപ്പൊ അത് മറക്കണ്ട, മിസ്സാക്കണ്ട, തോൽക്കണ്ട. വിജയിക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അവസാനിപ്പിക്കാം കേട്ടോ. താങ്ക് യു.